السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بفضل بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. إلهي لا تعذبني فإني مقر بالذي قد كان مني. يظن الناس بي خيرا فإني لشر الخلق إن لم تعف عني. സ്നേഹാദരവുകൾ നിറഞ്ഞ കാരണവന്മാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞുപോയ ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും മാപ്പാക്കുകയും ഇനിയുള്ള ശിഷ്ടകാലം പാപരഹിതമായ നിലയിൽ ജീവിക്കുവാനും നാഥൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാവിധ വിഷമങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും മാറ്റി അല്ലാഹു സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മയും അവരെയും നമ്മിൽ നിന്നും മൺമറഞ്ഞ എല്ലാവരെയും ബഹുമാനികളെ, ഒരു മുഅ്മിൻ എന്നാൽ നല്ല മനുഷ്യനായിരിക്കും. ഒരു യഥാർത്ഥ സത്യവിശ്വാസി എല്ലാവിധ ഗുണങ്ങളും മൂല്യങ്ങളുമുള്ള നല്ല ഒരു മനുഷ്യനായിരിക്കും യഥാർത്ഥ സത്യവിശ്വാസി. നല്ല മനുഷ്യൻ ആര് എന്നതിന് പലപ്പോഴും നാം വിലയിടുന്നത് 5 നേരത്തെ നിസ്കാരം അല്ലെങ്കിൽ മറ്റുള്ള ഇസ്ലാമികമായ ആരാധനാ കർമ്മങ്ങൾ കൊണ്ടായിരിക്കും പലപ്പോഴും നാം വിലയിടുന്നത്. നല്ല മനുഷ്യൻ ആര് എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലൈസൽ ബിർറ അൻ തുവല്ലൂ വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിയുക എന്നതല്ല ഒരു നല്ല മനുഷ്യന്റെ അടയാളം. ലൈസൽ ബിർറു, നല്ലവൻ അല്ല, മൻ ഒരുത്തൻ, അൻ തുവല്ലൂ വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്, നിങ്ങൾ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിയുക എന്നതല്ല നിങ്ങളുടെ നന്മയുടെ അടിസ്ഥാനമെന്ന് പരിശുദ്ധ ഖുർആൻ.
ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു മനുഷ്യനെ കുറിച്ച് അന്വേഷിച്ചു. ഒരാളെ കുറിച്ച് അന്വേഷിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഒരാൾ പറഞ്ഞു, എനിക്കറിയാം, ആളെ അറിയാമെന്ന്. അറിയാമെന്ന് മാത്രമല്ല പറഞ്ഞത്, അസ്നാ അലൈഹി, ആ മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറയാറുണ്ട്, നല്ല മനുഷ്യനാണ്, കൃത്യമായ സമയത്ത് നിസ്കാരമുള്ള ആളാണ്. അങ്ങനെ അസ്നാ അലൈഹി, പുകഴ്ത്തി പറയാൻ തുടങ്ങി. അന അറഫ്തുഹു, ഞാൻ ആ മനുഷ്യനെ അറിയുമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഈ മനുഷ്യൻ പറഞ്ഞു. ആ സമയത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഹൽ സാഫർത മഅഹു, നീ അവനോടുകൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ? അപ്പൊ പറഞ്ഞു, ഞാൻ യാത്ര ചെയ്തിട്ടില്ല. ഹൽ ആമൽതഹു ഫി ദിർഹം വദ്ദീനാർ, സാമ്പത്തികമായ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ ആ മനുഷ്യനുമായിട്ട്? അപ്പൊ പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ലസ്ത തഅരിഫുഹു, നീ ആ മനുഷ്യനെ മനസ്സിലാക്കിയിട്ടില്ല. നീ എന്തടിസ്ഥാനത്തിലാണ് ആ മനുഷ്യനെ അറിയാമെന്ന് പറഞ്ഞത്? ആ മനുഷ്യന്റെ ഗുണഗണങ്ങൾ വാഴ്ത്തിപ്പാടാൻ എന്തുകൊണ്ടാണ് നീ തയ്യാറായത്? ആ മനുഷ്യരുമായിട്ട് സാമ്പത്തികമായ ഇടപാട് നീ നടത്തിയിട്ടില്ല, അവരുമായിട്ട് നീ കൂടെ യാത്ര ചെയ്തിട്ടില്ല. പിന്നെ നീ എന്താണ് കണ്ടത്? ലഅല്ലക റഅയ്തഹു യഖ്ഫദു വയർഫഉ ഫിൽ മസ്ജിദി, പള്ളിയിൽ തല കുമ്പിടുകയും നീർത്തുകയും ചെയ്തതായിട്ട് നീ കണ്ടിട്ടുണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ മനുഷ്യൻ നല്ലതാണെന്ന് നീ എന്റെ അടുക്കൽ പറഞ്ഞത്. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, അതെ, ആ മനുഷ്യൻ നിസ്കരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, അതല്ലാതെ കൂടുതലായിട്ട് ഞാൻ ആ മനുഷ്യനുമായിട്ട് അടുത്ത് ഇടപഴകിയിട്ടില്ല എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു തആല പറഞ്ഞത്, ലസ്ത തഅരിഫുഹു, ആ മനുഷ്യനെ നീ ശരിക്കും അറിഞ്ഞിട്ടില്ല. എന്തടിസ്ഥാനത്തിലാണ് നീ അറിഞ്ഞു എന്ന് പറയുന്നത്? ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വരച്ചു കാണിക്കുകയാണ്. എന്താ പറയുന്നത്? ലൈസൽ ബിർറ അൻ തുവല്ലൂ വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്, മശ്രിഖിലേക്കും മഗ്രിബിലേക്കും തിരിയുക എന്നതല്ല ഒരു മനുഷ്യൻ നല്ലത് എന്നതിനുള്ള അടയാളം. പിന്നെ എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വ്യക്തമാക്കി പറയുന്നു, വലാകിന്നൽ ബിർറ, എന്നാൽ നല്ല മനുഷ്യൻ ആരാണെന്നറിയുമോ? മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീൻ, അല്ലാഹുവിനെ കൊണ്ടും അന്ത്യദിനത്തെ കൊണ്ടും അവന്റെ പ്രവാചകന്മാരെ കുറിച്ചും അവന്റെ ഗ്രന്ഥത്തെ കുറിച്ചുമെല്ലാം യഥാർത്ഥ നിലയിൽ വിശ്വാസമുള്ളവനായിരിക്കും. ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ. നല്ല ഒരു മനുഷ്യൻ എന്ന് വിലയിരുത്താൻ നമുക്ക് കഴിയുന്നത് ആരെ കുറിച്ചാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഒന്നാമത്തത് അവനിക്ക് ഈമാൻ ഉണ്ടാകും. 6 കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിലൂടെ പഠിപ്പിച്ചു തരുന്നത്. ഒന്നാമത്തത്, ആ മനുഷ്യനിക്ക് നല്ല വിശ്വാസം ഉണ്ടാകും, ഈമാൻ ഉണ്ടാകും എന്നാണ്. രണ്ടാമത്തെ കാര്യം, വആതൽ മാല അലാ ഹുബ്ബിഹി, സമ്പത്തിനോട് ഇഷ്ടമുള്ളതിനോടൊപ്പം തന്നെ അവൻ സമ്പത്തിനെ വിനിയോഗിക്കുന്നവനാണ്. ദബിൽ ഖുർബാ വൽ യതാമ വൽ മസാകീന വബനസ് സബീൽ വസ്സായിരീന വഫിർ റിഖാബ്, ബന്ധുക്കൾക്കും അതുപോലെ തന്നെ വഴിയാത്രക്കാർക്കും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കും യാചകർക്കും, അതെ, യാചിച്ചു വരുന്നവർക്കും, വഫിർ റിഖാബി, അതുപോലെ തന്നെ അടിമത്ത മോചനം നടത്തുന്നതിനുമെല്ലാം സ്വന്തം ധനം ചെലവഴിക്കുന്നവനാണ്. രണ്ടാമത്തെ വിശേഷണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഒന്നാമത്തത് ഈമാൻ ഉണ്ടായിരിക്കും, രണ്ടാമത്തത് സ്വന്തം സമ്പത്തിൽ നിന്നും അവൻ വിനിയോഗിക്കുന്നവനാണ്, മൂന്നാമത്തതായിട്ട് അല്ലാഹു തആല പറയുന്നത് വഅഖാമസ് സ്വലാഹ്, എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും നിസ്കരിക്കുന്നതല്ല, വഅഖാമസ് സ്വലാഹ്, കൃത്യമായിട്ട് നിസ്കാരം നിലനിർത്തുന്നവരാണ്. നിസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ പിന്നെ നിസ്കാരത്തെ കുറിച്ചുള്ള ചിന്ത. വഅഖാമസ് സ്വലാഹ്, മൂന്നാമത്തെ കാര്യമാണ് നിസ്കാരം നിർവഹിക്കുന്നു. വആതസ് സകാത്ത്, നാലാമത്തെ കാര്യം അവർ സകാത്ത് കൊടുത്തു വിടുന്നവരാണ്. അഞ്ചാമത്തത് വൽമൂഫൂന ബിഅഹ്ദിഹിം, അവർ കരാർ ചെയ്താൽ പൂർത്തീകരിക്കുന്നവരാണ്, വാക്ക് പാലിക്കുന്നവരാണ്. അഞ്ചാമത്തത്. ആറാമത്തത് പറയുന്നു വസ്സാബിരീന ഫിൽ ബഅ്സാഇ വദ്ദറാ, ദാരിദ്ര്യത്തിന്റെ സമയത്തും അതുപോലെ തന്നെ പ്രയാസവും രോഗവും വരുമ്പോഴൊക്കെ വസ്സാബിരീന, ക്ഷമ അവലംബിക്കുന്നവരാണ്. ഈ 6 വിശേഷണങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല
നല്ല ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നിടത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ബഹുമാനികളെ, എന്തൊക്കെ കാര്യങ്ങൾ? ഒന്ന്, ഈമാൻ കാര്യങ്ങൾ സൂക്ഷിക്കുന്നവരാണ്. രണ്ടാമത്തത് സമ്പത്ത് വിനിയോഗിക്കുന്നവരാണ്. മൂന്നാമത്തത് ഇസ്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരാണ്. അതാണ് നിസ്കാരം, സക്കാത്ത്. പിന്നീട് പറയുന്നത് മൂഫൂന ബിഅഹ്ദിഹിം, കരാർ പൂർത്തീകരിക്കുന്നവരാണ്. പിന്നെ പറയുന്നത്, അവസാനമായിട്ട് പഠിപ്പിക്കുന്നത് ക്ഷമയുള്ളവരാണ്. അപ്പോഴൊക്കെ ദാരിദ്ര്യത്തിന്റെ അവസരത്തിൽ, സാമ്പത്തികമായി പ്രതിസന്ധി വരുന്ന സമയത്ത്, അതുപോലെ തന്നെ മറ്റു രോഗങ്ങളും വിഷമങ്ങളൊക്കെ വരുമ്പോ ക്ഷമ അവലംബിക്കുകയും ചെയ്യുന്ന ഇങ്ങനെയുള്ള സ്വഭാവ വിശേഷണങ്ങൾ ഉണ്ടോ? എന്നാൽ നല്ലവരാണ് എന്ന് പറയാം തോന്നുമ്പോ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ നിസ്കരിക്കുന്ന ആളുകളെ കൊണ്ട് അല്ല, അല്ലെങ്കിൽ നമ്മളിൽ അങ്ങനത്തെ ഒരു വിശേഷണം ഉണ്ടെങ്കിൽ ഞാൻ തരക്കേടില്ല, ഞാൻ നിസ്കരിക്കുന്നൊക്കെ ഉണ്ടല്ലോ ഇടയ്ക്കൊക്കെ ആണെങ്കിലും നല്ലവനാണ് എന്ന് നാം ചിന്തിച്ചു പോകണ്ട എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ബഹുമാനികളെ, ഈ വിശേഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ട്. ഒരിക്കൽ മഹാനവറുകൾക്ക് തന്റെ ഭൃത്യൻ ഒരു ഭക്ഷണം കൊടുത്തു. ഈ സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട് പല ആവർത്തി. ഭക്ഷണം കൊടുത്തു. വിശപ്പ് കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ ഭൃത്യൻ പറയുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്, നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. നിങ്ങളിപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചില്ലേ, ഞാൻ തന്നിട്ട്. സാധാരണയിൽ ഇങ്ങനെയുള്ള ഭക്ഷണമൊന്നും ഞാൻ അങ്ങേക്ക് വിളമ്പി തരാറില്ല. പക്ഷെ ഇത് എന്റെ സമ്പത്തിൽ നിന്നും ഞാൻ അങ്ങേക്ക് നൽകിയതാണ്. ഈ സമ്പത്തിന്റെ പിന്നിൽ, ഈ ഭക്ഷണത്തിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. എന്താണ് ആ കഥ എന്നറിയുമോ? ഈ ഭൃത്യൻ വിശദീകരിക്കുകയാണ്. ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഒരു ജനതയുടെ അടുക്കലൂടെ ഞാൻ നടന്നു പോകുമ്പോ അവർ എന്നോട് ആവശ്യപ്പെട്ടു, ഞങ്ങളിൽ ഒരു രോഗിയുണ്ട്, ഞങ്ങൾക്ക് ആ രോഗിക്ക് വേണ്ടി നിങ്ങളൊന്ന് മന്ത്രിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ അവർക്ക് മന്ത്രിച്ചു കൊടുത്തു. എന്ത് മന്ത്രവാദമാണ്? ജാഹിലിയ്യ കാലഘട്ടത്തിൽ ശിർക്കിന്റെ മന്ത്രവാദം മാത്രമാണ് അന്നുള്ളത്. മന്ത്രവാദം, മന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ദിക്റ് കൊണ്ടും സ്വലാത്ത് കൊണ്ടും ഖുർആൻ ശരീഫ് കൊണ്ടുമുള്ള മന്ത്രിക്കൽ അത് അനുവദിക്കപ്പെടുന്നതാണ് എന്ന് പരിശുദ്ധ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മന്ത്രിച്ചിട്ടുണ്ട്. ആരാ തങ്ങളെ മന്ത്രിച്ചത്? ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മന്ത്രിച്ചിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ ഒരു ഹദീസ് കാണാം. ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് ഇസ്തഖൈത, അങ്ങേക്ക് രോഗമാണല്ലേ, പ്രയാസമാണല്ലേ? അപ്പൊ തങ്ങൾ പറഞ്ഞു, നഅം, അതെ, എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത് സ്വഹീഹ് മുസ്ലിമിൽ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ജിബ്രീൽ അലൈഹിസ്സലാം മന്ത്രിക്കുകയാണ്, ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ശൈഇൻ യുഅ്ദീക മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനിൻ ഹാസിദിൻ അല്ലാഹു യശ്ഫീക. ജിബ്രീൽ അലൈഹിസ്സലാം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മന്ത്രിച്ചതാണ്. അല്ലാഹുവിന്റെ നാമം കൊണ്ട് അങ്ങയെ ഞാൻ മന്ത്രിക്കുന്നു. പക്ഷെ ഇവിടെ പറയുന്ന ഈ മന്ത്രവാദം ഏതാ? ജാഹിലിയ്യ കാലഘട്ടത്തിൽ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം വരുന്നതിന് മുമ്പ് ശിർക്ക് കൊണ്ടുള്ളതായ മന്ത്രവാദം. ഈ മനുഷ്യൻ പറയുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്, തങ്ങളെ ഇവര് മന്ത്രിക്കണമെന്ന് പറഞ്ഞപ്പോ എനിക്കറിയാവുന്ന മന്ത്രവാദം കൊണ്ട് ഞാൻ മന്ത്രിച്ചു. അത് ജാഹിലിയ്യ കാലഘട്ടത്തിലുള്ള ശിർക്കിന്റെ മന്ത്രവാദമായിരുന്നു, മന്ത്രിക്കലായിരുന്നു. അപ്പോ മന്ത്രിച്ചു കൊടുത്തപ്പോ അവർ എന്നോട് പറഞ്ഞു, അവരെനിക്കൊരു വാഗ്ദാനം ചെയ്തു. എന്താണെന്നറിയോ? ഈ രോഗം മാറുകയാണെങ്കിൽ ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും വന്നാൽ നിങ്ങൾക്ക് ഇതിനുള്ളതായ പ്രതിഫലം ഞങ്ങൾ തരും. നിങ്ങളിപ്പോ മന്ത്രിച്ചു തന്നല്ലോ, മന്ത്രിച്ചു തന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ രോഗം മാറുകയാണ് എങ്കിൽ നിങ്ങൾ ഇനി വരുമ്പോ നിങ്ങൾക്ക് ഇതിനുള്ള പ്രതിഫലം നൽകുന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഭൃത്യൻ പറയുകയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഇന്നത്തെ ദിവസം മറർതു ബിഹിം, ഞാൻ അവരുടെ അടുക്കലൂടെ നടന്നു പോയപ്പോ അവർ എനിക്ക് വാഗ്ദാനം ചെയ്ത ആ ഫീസ് അവരെനിക്ക് നൽകുകയുണ്ടായി.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, അപ്പോ ഞാൻ ചെയ്തതായ ഒരു ജോലിയുടെ കൂലിയാണ് എനിക്ക് കിട്ടിയത്, ഞാൻ അതിൽ നിന്നുമാണ് അങ്ങേക്ക് നല്ല ഭക്ഷണം വാങ്ങി തന്നത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനുഷ്യരോട് ചോദിക്കുകയാണ്, ഹലഖതനി, നീ എന്നെ കൊല്ലാനാണോ ഉദ്ദേശിക്കുന്നത്? നീ എന്നെ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണോ? ജാഹിലിയ കാലഘട്ടത്തിൽ നീ ചെയ്തതായ ആ അമൽ എന്താണ്? അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ശിർക്കിന്റെ ഒരു അമലാണ് നീ ചെയ്തത്, അതിന്റെ കൂലിയാണ് നിനക്ക് കിട്ടിയത്, അതുകൊണ്ടല്ലേ നീ എനിക്ക് ഭക്ഷണം നൽകിയത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്താ ചെയ്തത്? തന്റെ വിരലുകൾ വായിലേക്ക് ഇട്ടു, തൊണ്ടയിലേക്ക് ഇറക്കി, കഴിച്ച ഭക്ഷണം മുഴുവനും ഛർദ്ദിച്ചു കളയുകയാണ് ഉണ്ടായത്. ഈ മനുഷ്യൻ അത്ഭുതപ്പെട്ടു പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? എന്തിനാ ഇത്ര പ്രയാസപ്പെടുന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ എന്റെ വയറ്റിനകത്തേക്ക് പോയേക്കുന്ന ഹറാമിന്റെ ഭക്ഷണം മുഴുവനും പോകുന്നത് വരേക്കും ഞാൻ ഛർദ്ദിക്കും. അത് എന്റെ ആത്മാവിനോടൊപ്പമാണ് പോകുന്നതെങ്കിൽ പോലും, എന്ന് പറഞ്ഞാൽ അതിനോടൊപ്പം ഞാൻ മരണപ്പെടുമെങ്കിൽ പോലും ഈ ഭക്ഷണം മുഴുവനും എന്റെ വയറ്റിൽ നിന്നും ഞാൻ ഇത് പുറത്തേക്ക് എടുക്കുമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറഞ്ഞതായിട്ട് ചരിത്രത്തിലൂടെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള സംഭവമാണിത്. ഹറാമായ സമ്പാദനത്തിൽ നിന്നും ഉണ്ടായ ഭക്ഷണം അത് വയറിലേക്ക് എത്തുമ്പോഴുണ്ടാകുന്ന അപകടം എന്തെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. ഈ ചിന്ത എവിടെ നിന്ന് വന്നു? നല്ല മനുഷ്യരെന്ന് നമ്മൾ പറയില്ലേ, നിസ്കരിക്കുന്നതിനൊന്നും നമുക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നല്ലത് തിരഞ്ഞെടുക്കാനുള്ള മനസ്സ്, ഹറാമും ഹലാലും വേർതിരിച്ച് അറിയാനും അള്ളാഹുവിന് പൊരുത്തമില്ലാത്തതാണെന്ന് മനസ്സിലാക്കിയാൽ അതിൽ നിന്നും പിന്മാറാനുള്ള മനസ്സ്, അതാണ് ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ളവർക്കാണല്ലോ അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. വിശ്വാസമുണ്ടെന്ന് പറയുന്നവർക്കല്ല, വിശ്വാസമുള്ളവർക്ക്. അപ്പോ നല്ല മനുഷ്യരുടെ അടയാളത്തിൽ പറഞ്ഞത് അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ളവരെന്നാണ്. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ വയറിലേക്ക് പോയതായ ഒരു ഭക്ഷണം അത് ഹറാമാണെന്ന് മനസ്സിലാക്കിയപ്പോ ബഹുമാനികളെ അത് പുറത്തേക്ക് കളയാൻ ശ്രമിച്ചത്. നമുക്ക് നമ്മുടെ അവസ്ഥ എന്താണ്? നമുക്ക് കിട്ടുന്നത് എന്തും അത് ഹലാലാണോ ഹറാമാണോ എന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ നല്ലവരാണ് എന്നതിനുള്ള അടിസ്ഥാനം എന്താണ്? നമ്മുടെ നെറ്റിയിലെ നിസ്കാരത്തഴമ്പാണോ നമ്മൾ നല്ലവരാണ് എന്നതിനുള്ള അടയാളം? ബഹുമാനികളെ, ഹലാലാണോ ഹറാമാണോ എന്ന് മനസ്സിലാക്കുകയും ഹലാലിനെ തെരഞ്ഞെടുക്കാനുള്ളതായ മനസ്സ്, അതാണ് നന്മയുടെ അടയാളം എന്നുള്ളത്. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയേ, അദ്ഉല്ലാഹ ഫലാ യസ്തജീബു ലീ, തങ്ങളെ ഞാൻ ദുആ ചെയ്യുന്നുണ്ട്, എന്റെ ദുആഇന് ഉത്തരം കിട്ടുന്നില്ല തങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതാണ്, തങ്ങളോട് പറയുകയാണ്, തങ്ങളെ ഞാൻ ദുആ ചെയ്യുന്നു, എന്റെ ദുആഇന് ഉത്തരം കിട്ടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇജ്തനിബിൽ ഹറാം, നിഷിദ്ധമായതിനെ നീ ഉപേക്ഷിക്കണം, ഹറാമായതിനെ നീ ഉപേക്ഷിക്കണം. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇജ്തനിബിൽ ഹറാമ, ഹറാമായത് നീ ഉപേക്ഷിക്കണം. ഹറാമായ ഭക്ഷണത്തിന്റെ ഒരൽപ്പമെങ്കിലും നിന്റെ വയറ്റിൽ എത്തിപ്പെട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫലാ യസ്തജീബു ലഹു 40 യൗമാ, 40 ദിവസം വരേക്കും അവന്റെ ദുആഇനെ അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന്. ആലോചിച്ച് നോക്കൂ ബഹുമാനികളെ, എത്ര ഗൗരവമുള്ള കാര്യമാണ് ദീൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പക്ഷേ നമ്മുടെ മൂക്കിൻ തുമ്പിലൂടെ ഒരു പറന്നു പോകുന്ന ഈച്ച നമുക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന അത്ര പോലും ബുദ്ധിമുട്ടില്ല നമുക്ക് ഹറാമായ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ, ഹറാമായ ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിൽ. ആലോചിച്ച് നോക്കൂ, എത്രമാത്രം നമ്മൾ ഗൗരവത്തോടെ കാണുന്നുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ മക്കളിലേക്ക് നമ്മൾ എത്തിക്കുന്നു, നമ്മുടെ കുടുംബത്തിലും നമ്മൾ ഹറാമായത് ഭക്ഷിപ്പിക്കുന്നു. ഇതിന്റെ എല്ലാം ഉത്തരവാദിത്വം നമ്മൾ കാണേണ്ടതല്ലേ? അള്ളാഹുവിനോട് നാം ഇതിന്റെ എല്ലാം കണക്ക് പറയേണ്ടതല്ലേ?
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുക എന്നതാണ് ഒന്നാമത്തെ നല്ല വിശേഷണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അങ്ങനെ വിശ്വാസം ഉണ്ടാകുമ്പോൾ നല്ലത് തിരഞ്ഞെടുക്കുന്നു, ഹലാലിനെ തിരഞ്ഞെടുക്കുന്നു, ഹറാമിനെ മാറ്റി നിർത്താൻ മനസ്സ് കാണിക്കുന്നു എന്നുള്ളതാണ്. ഹറാമിനെ തെരഞ്ഞെടുത്താൽ എന്താ പ്രശ്നം? ഹറാമിനെ തെരഞ്ഞെടുത്താലുള്ള പ്രശ്നം നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ സ്വീകരിക്കുകയില്ല, നമ്മുടെ ദുആഇന് സ്വീകാര്യത ഉണ്ടാവുകയില്ല എന്ന് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. 40 ദിവസത്തെ ദുആ സ്വീകരിക്കുകയില്ല എന്ന് പറയുമ്പോൾ ബഹുമാനികളെ, നമ്മുടെ ഏറ്റവും വലിയ ആയുധം എന്താ? നമ്മുടെ ആയുധം നമുക്ക് ദുആയാണ്. ആ ദുആ സ്വീകാര്യതയില്ല എന്ന് വരുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന് പറയുമ്പോ എത്രമാത്രം ഗൗരവമുള്ളതാണ്. ഇബ്ലീസ് പോലും തന്റെ അനുയായികളോട് പറയുന്നത് എന്താ? ഇബ്ലീസ് തന്റെ അനുയായികളെ പറഞ്ഞു വിടൂലേ മനുഷ്യരുടെ അടുക്കലേക്ക്, നിങ്ങൾ ഇന്ന ആളുകളെ നശിപ്പിക്കുക, അല്ലെങ്കിൽ നിസ്കാരം ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കരിപ്പിക്കല്ലേ, ഉറക്കിക്കളയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുയായികളെ പറഞ്ഞു വിടും ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ആ സമയത്ത് ഇബ്ലീസ് തന്റെ അനുയായികളോട് പറയുന്ന ഒരു വാക്കുണ്ട്, എന്താണെന്നറിയോ? ഉൻദുറൂ ഇലാ തആമിഹിം, അവർ കഴിക്കുന്ന ഭക്ഷണം ഏതാണെന്ന് നിങ്ങൾ നോക്കുക. അവർ ഭക്ഷണം കഴിക്കുന്നത് ഹറാമിൽ നിന്നാണ് എങ്കിൽ, അവരുടെ സമ്പാദ്യം ഹറാമിൽ നിന്നാണ് എങ്കിൽ അവരുടെ അടുക്കൽ നിങ്ങൾ സമയം കളയണ്ട. ഇബ്ലീസ് പറയണ തന്റെ അനുയായികളോട് എന്താ പറയുന്നത്? അവരുടെ അടുത്ത് പോയി നിങ്ങൾ സമയം കളയണ്ട, മറ്റാരെങ്കിലൊക്കെ നിങ്ങൾ പോയിക്കോ. ഹറാമായ ഭക്ഷണം കഴിക്കുന്ന ആളുടെ നിസ്കാരത്തെ നിങ്ങൾ നശിപ്പിക്കാൻ നിൽക്കണ്ട, അവർ ആത്മാർത്ഥമായിട്ട് തന്നെ നിസ്കരിച്ചോട്ടെ. അവർ നിസ്കാരത്തിനൊന്നും കുഴപ്പമുണ്ടാക്കണ്ട, അവര് ആത്മാർത്ഥമായിട്ട് തന്നെ നിസ്കരിച്ചോട്ടെ. എന്തുകൊണ്ട്? ഇബ്ലീസിനറിയാം അവന്റെ നിസ്കാരം തള്ളപ്പെടുന്നതാണ്, അവന്റെ പ്രാർത്ഥന തള്ളപ്പെടുന്നതാണ്, അവന്റെ ആരാധനാ കർമ്മങ്ങൾ തള്ളപ്പെടുന്നതാണ്. നിസ്സാരമായ കാര്യമല്ല. ഇബ്ലീസ് തന്റെ അനുയായികളോട് പറയുന്ന വർത്തമാനമാണ്, നിങ്ങൾ അവർ കഴിക്കുന്ന ഭക്ഷണം ഏതാണെന്ന് നോക്കിക്കോളൂ. ഹറാമിൽ നിന്നാണെങ്കിൽ അവരുടെ അടുക്കൽ നിങ്ങൾ സമയം കളയേണ്ടതില്ല, നിങ്ങൾ രക്ഷിച്ചോളൂ. അവരെ നിസ്കരിച്ചോട്ടെ, ആരാധനാ കർമ്മങ്ങളൊക്കെ ചെയ്തോട്ടെ. ഇന്നല്ലാഹ ലാ യഖ്ബലു, അതൊന്നും അല്ലാഹു തആല അവരിൽ നിന്നും സ്വീകരിക്കുകയില്ല എന്ന് ഇബ്ലീസ് തന്റെ അനുയായികളോട് പറയുമ്പോൾ ബഹുമാനികളെ, ഗൗരവമുള്ള കാര്യമാണ്. നമ്മൾ നല്ലവരാണ് എന്നതിനുള്ള അടയാളം എന്താണ്? നല്ല വിശ്വാസികളാവുക എന്നുള്ളതാണ്. ആ വിശ്വാസം നമ്മുടെ കർമ്മങ്ങളിൽ കാണണം, സൂക്ഷ്മതയുണ്ടാകണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസികളാണ് എന്നതിനുള്ള അടയാളം ഉണ്ടാകുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാത്രിയിൽ ഇങ്ങനെ നടക്കുകയാണ്, തന്റെ പ്രജകളുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി. അപ്പോ ദൂരെ നിന്ന് അരണ്ട വെളിച്ചത്തിന്റെ അടുത്തിൽ നിന്നും കുറെ കുട്ടികളുടെ കരച്ചിൽ, 1-2 കുട്ടികളുടെ കരച്ചിൽ കേൾക്കുകയാണ്, ചെറിയ കുട്ടികളുടെ കരച്ചിൽ കേൾക്കുകയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു അങ്ങോട്ട് ചെന്നു. മദീനയിൽ നിന്നും ദീർഘദൂരം നടന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രജകളുടെ അവസ്ഥകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി രാത്രിയിൽ ഇറങ്ങി തിരിച്ചതാണ്. അപ്പൊ ഒരു ഭാഗത്ത് നിന്ന് കുട്ടികളുടെ കരച്ചിൽ, ഇത്ര സമയമായിട്ടും മക്കൾ ഉറങ്ങിയിട്ടില്ലേ? ഉമർ റളിയല്ലാഹു തആല അൻഹു ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ചെന്നു. അപ്പോ ആ വെളിച്ചം കണ്ടത് എന്താണെന്നറിയോ? ഒരു പെണ്ണ് തീ കത്തിച്ചിട്ട് അതിൽ ഒരു പാത്രം വെച്ച് എന്തോ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു പെണ്ണിനോട്, എന്താണ് മക്കൾ കരയുന്നത്? അപ്പോ ഈ പെണ്ണ് പറയുകയാണ്, അൽ ജൂ, വിശപ്പ് കൊണ്ടാണ് കരയുന്നത്. അപ്പൊ ഉമർ റളിയല്ലാഹു തആല ചോദിച്ചു, ഉമർ റളിയല്ലാഹു വീണ്ടും ചോദിച്ചു, ഞാൻ ദീർഘദൂരം നടന്നിട്ടാണ് ഇവിടെ വരുന്നത്, ഇത്ര നേരമായിട്ടും നീ പാചകം ചെയ്യുന്നത് പാകമായില്ലേ? ആ കുട്ടികൾക്ക് കൊടുത്തിട്ട് അതിനെ കിടത്തി ഉറക്കിക്കൂടെ? അപ്പോ ഈ പെണ്ണ് പറയുകയാണ്, ഇതിലൊന്നുമില്ല, ഇതിൽ വെറും വെള്ളം മാത്രമേ ഉള്ളൂ. കുട്ടികളെ ഞാൻ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ഭക്ഷണം പാചകം ചെയ്യുന്നുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അങ്ങനെ അവര് വിശപ്പ് കൊണ്ട് കരഞ്ഞ് തളർന്ന് ഉറങ്ങും. അപ്പോ ഉമർ റളിയല്ലാഹു തആല ചോദിച്ചു, നിങ്ങൾക്ക് ഇത് ഖലീഫയോട് പറഞ്ഞുകൂടായിരുന്നോ? ഖലീഫ ഞങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്, പക്ഷെ അശ്രദ്ധയിലാണ് എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിന് ഈ വാക്ക് കേട്ടപ്പോ വല്ലാത്ത പ്രയാസമായി, വിഷമമായി. തന്റെ കൂടെയുണ്ടായ സന്തത സഹചാരിയെയും കൂട്ടിക്കൊണ്ട് മുസ്ലിമീങ്ങളുടെ പൊതുസ്വത്തുക്കൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് പോയിക്കൊണ്ട് ഇവർക്കുള്ള ധാന്യവും വെള്ളവും കൊണ്ടുപോവുകയാണ്.
ധാന്യവും വെള്ളവും എടുത്തു ഭാണ്ഡക്കെട്ടായിട്ട് വെച്ചു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ ഭൃത്യൻ പറഞ്ഞു, ഞാൻ വഹിക്കാമെന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, അതഹ്മിലു അന്നി വിസ്റഹ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്റെ പാപഭാരം നീ വഹിക്കുമോ? എന്നാൽ നീ ഇതും വഹിച്ചോ. ഭൃത്യൻ വഹിച്ചില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു സ്വന്തം വഹിച്ചു കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. ബഹുമാനികളെ, ഖലീഫയായിരിക്കുന്ന സമയത്തും അള്ളാഹുവിനെ ഭയക്കുന്ന ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെയാണ് കാണാൻ കഴിയുന്നത്. മറ്റൊരവസരത്തിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു കൂരയുടെ അടുക്കൽ ചെല്ലുന്ന സമയത്ത് അവിടെ നിന്നുകൊണ്ട് ഒരു ഉമ്മയുടെയും മകളുടെയും സംസാരമാണ്. ഉമ്മ മോളോട് പറയുകയാണ്, മോളെ, പാലിൽ നീ വെള്ളം ചേർക്കുക. സാമ്പത്തികമായിട്ട് നമ്മളിപ്പോ പ്രയാസത്തിലല്ലേ, ഒരുപാട് ആളുകൾക്ക് പൈസക്ക് കൊടുക്കാനുണ്ട്. അപ്പൊ നീ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് വീടുകളിൽ നമുക്ക് പാൽ എത്തിക്കാൻ കഴിയും. അപ്പൊ അത്രയും പൈസ നമുക്ക് സമ്പാദിക്കാൻ കഴിയും എന്ന് പറഞ്ഞപ്പോ ഈ മോള് പറയുകയാണ്, അമ്മ, ഞാൻ പാലിൽ വെള്ളം ചേർക്കില്ല. ഖലീഫയുടെ നിയമം അറിയാലോ. ഖലീഫയും ഖലീഫയുടെ സൈന്യവും അറിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ ഉമ്മ പറയുകയാണ്, മോളെ, ഈ പാതിരാത്രി ഖലീഫ ഉറക്കമല്ലേ, ഖലീഫയുടെ സൈന്യം ഉറക്കമല്ലേ? ഉമ്മ ചോദിക്കുമ്പോ ഈ മകളുടെ മറുപടി, ഉമ്മ, ഖലീഫ ഉറങ്ങുകയായിരിക്കാം, ഖലീഫയുടെ സൈന്യം ഉറങ്ങുകയായിരിക്കാം, പക്ഷേ നമ്മളെ സൃഷ്ടിച്ച് നമ്മെ സംവിധാനിച്ച് നമ്മെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സൃഷ്ടാവായ അല്ലാഹു തആല ഉറങ്ങുകയാണോ? നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്ന് ഈ പെൺകുട്ടി തിരിച്ചു ചോദിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സംസാരം നേരിട്ട് കേട്ടു. ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, വീട്ടിൽ ചെന്നുകൊണ്ട് തന്റെ മകനെ വിളിച്ചിട്ട് പറയുകയാണ്, മോനെ, ഇന്ന വീട്ടിൽ നിന്നും നിനക്ക് ഞാൻ വിവാഹാലോചന തീരുമാനിച്ചു കഴിഞ്ഞു. ആ പെണ്ണ് സമ്മതിച്ചാൽ, നീ സമ്മതിച്ചില്ലെങ്കിൽ പോലും നിന്നെ ഞാൻ വിവാഹം ചെയ്തു കൊടുക്കുമെന്ന് ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. ദാരിദ്ര്യ കുടുംബമാണ്. ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഖലീഫ തന്റെ മകന് പെണ്ണാലോചിക്കുന്നത് എവിടെ നിന്നാണ്? ആലോചിച്ചു. എന്തുകൊണ്ട് ആ പെൺകുട്ടിയെ തെരഞ്ഞെടുത്തു? അവൾ നല്ല മോളാണ്. എങ്ങനെ നല്ലത്? എങ്ങനെ നല്ലത്? അവൾ നിസ്കരിക്കുന്നത് കണ്ടോ? അവൾ മറ്റുള്ള ആരാധനാകർമ്മങ്ങൾ ചെയ്യുന്നത് കണ്ടോ? ഇല്ല. പിന്നെയോ, അവൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവളാണ് എന്നതിനുള്ള അടയാളമായിരുന്നു അവരുടെ വാക്കിൽ നിന്നും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് കിട്ടിയത്. ബഹുമാനികളെ, നമ്മൾ നല്ല മനുഷ്യരാണ് എന്നതിനുള്ള അടയാളം എന്താണെന്നറിയോ? അള്ളാഹുവിലും അന്ത്യദിനത്തിലും യഥാർത്ഥത്തിൽ നമ്മൾ വിശ്വസിക്കുന്നവരാകണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ശരീഫ് പറഞ്ഞ മറ്റ് വിശേഷണങ്ങളെല്ലാം ഉള്ളവരായി തീരുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരുലോക വിജയികളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, രണ്ടാം ശനിയാഴ്ച നടക്കേണ്ടിയിരുന്ന മാസാന്ത സ്വലാത്ത് ഇൻഷാ അല്ലാഹ് നാളെ ഇശാനിസ്കാരത്തിന് ശേഷം നടത്തുന്നതാണ്. സ്വലാത്തിന്റെ മജ്‌ലിസിലേക്ക് കഴിയുന്നവരെല്ലാവരും എത്തണം എന്ന് ഉണർത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ള ഒരു അമലാണ് അത് സ്വലാത്ത്. സ്വലാത്തുമായി ബന്ധപ്പെടുന്ന ഏതൊരു കാര്യത്തിനും അതിന് അതിൻ്റെതായ മഹത്വമുണ്ട്. നമ്മുടെ ജീവിതം എന്നത് എത്ര കാലമുണ്ട് എന്ന് നമുക്കറിയില്ല. പക്ഷേ അള്ളാഹു സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ള അമലുമായിട്ട് ബന്ധപ്പെടാൻ നമ്മൾ ശ്രമിക്കുക. കഴിയുന്നവരെല്ലാവരും സ്വലാത്തിന്റെ മജ്‌ലിസിലേക്ക് എത്തിച്ചേരണമെന്ന് ഉണർത്തുകയാണ്. സ്വലാത്തിന്റെ മജ്‌ലിസിലേക്ക് ഭക്ഷണം കൊടുക്കാൻ താല്പര്യമുള്ളവർ ഓഫീസുമായിട്ട് ബന്ധപ്പെടണമെന്ന് അറിയിക്കുന്നു. ഈ വർഷത്തെ വിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനായി പോകുന്ന ഹാജിമാർക്കുള്ള യാത്രയയപ്പ് 19/4/2026, അതായത് വരുന്ന ഞായറാഴ്ച വൈകിട്ട് 4:30 ഇൻഷാ അല്ലാഹ് നടത്തുന്നതാണ്. ഹാജിമാർക്കുള്ള യാത്രയയപ്പ്. ഹാജിമാർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അതിഥികളാണ്. അവരെ യാത്രയക്കലാണ്. അപ്പോ അവരോട് ദുആ വസിയത്ത് ചെയ്യലും ആ ഒരു സദസ്സിൽ പങ്കെടുക്കലൊക്കെ ഖൈറായ ഒരു കാര്യമാണ്. മനസ്സിലാക്കി കഴിയുന്നവരെല്ലാവരും ആ സദസ്സിലേക്ക് എത്തിച്ചേരണമെന്ന് ഉണർത്തുകയാണ്. അതുപോലെ തന്നെ പള്ളിയുടെ പുനർനിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് സംഭാവനകൾ ഇൻഷാ അല്ലാഹ് പള്ളി കമ്മിറ്റിയെ ഏൽപ്പിക്കണമെന്ന്, ഓഫീസിൽ ഏൽപ്പിച്ച് രസീത് കൈപ്പറ്റണമെന്ന് അറിയിക്കുകയാണ്. അള്ളാഹുവിന്റെ ഭവനത്തിന്റെ പൂർത്തീകരണം നമ്മുടെ ഓരോരുത്തരുടെയും സ്വപ്നമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റഹീമായ രാജസയ്യിദായ തമ്പുരാനെ, നമ്മളെ ഏവരെയും നീ സ്വീകരിക്കണം റഹ്മാനെ.
അള്ളാഹുവേ നിന്റെ ഇഷ്ടദാസന്മാരെ നീ ഇഷ്ടപ്പെട്ടതുപോലെ സാധുക്കളായ ഞങ്ങളെയും നീ ഇഷ്ടപ്പെടണം റഹ്മാനെ. അള്ളാഹുവേ നിനക്ക് പൊരുത്തമുള്ള അമലുകൾ ചെയ്യാൻ അതിലൂടെ നല്ല മനുഷ്യരാകാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. പടച്ചവനെ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നീ ഏറ്റെടുക്കണം റഹ്മാനെ. പടച്ചവനെ ഞങ്ങളിലും ബന്ധപ്പെട്ടവരിലും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരിലും പലവിധ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. നാഥാ നീ ശിഫ നൽകണം റഹ്മാനെ. പൂർണ്ണമായ ശിഫ നൽകണം റഹ്മാനെ. പ്രത്യേകിച്ച് ഒരു രോഗിക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നാഥാ ആ രോഗിയുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണം റഹ്മാനെ. ആഫിയത്ത് നൽകണം റഹ്മാനെ. സലാമത്ത് നൽകണം റഹ്മാനെ. പള്ളിയിൽ നിത്യമായി വന്നിരുന്ന പലരും അല്ലാഹുവേ രോഗങ്ങൾ കൊണ്ട് വീട്ടിൽ വിശ്രമിക്കുകയാണ് റബ്ബേ. അവർക്കെല്ലാം നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. ശിഫ നൽകണം തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ പള്ളിയുടെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഇതിലേക്ക് ഒരുപാട് ആളുകൾ വലുതും ചെറുതുമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. എല്ലാ സംഭാവനകളും നീ സ്വീകരിക്കണം റഹ്മാനെ. വലിയ ആളുകളും ചെറിയ മക്കളും സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതെല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ. അർഹമായ പ്രതിഫലം ഇരു ലോകത്തും നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. മരണപ്പെട്ട മകന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്ത ഒരു സഹോദരി ഏൽപ്പിച്ചിട്ടുണ്ട്. നാഥാ ആ മകന് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണം റഹ്മാനെ. ഖബർ ജീവിതം നീ റാഹത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ നിലയിലും എല്ലാ മേഖലയിലും സ്വസ്ഥതയും സമാധാനവും വിജയവും നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. റബ്ബന റഹ്മഹും കമാ റബ്ബൗനാ സിഗാറ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم. മയ്യിത്ത് നിസ്കാരം മട്ടാഞ്ചേരി കളരിക്കൽ ഹസീബ് നസീഹത്ത് കാസിം ആലുവ യാഹൂട്ടി ഭാര്യ ആയിഷ കുട്ടി ഹജ്ജമ്മ കുറ്റിപ്പുറം ചെല്ലൂർ ഇത്രയും ആളുകൾക്ക് വേണ്ടിയുള്ള മയ്യിത്ത് നിസ്കാരമുണ്ട്. അല്ലാഹു തആല അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.